This program is sponsored by Meenakshi Boutique, the woven elegance of heredity. She rose, women rises. എഴുത്തൊരുക്കി ഷർട്ട് കൊണ്ടുവന്ന് 2 പെൺകുട്ടികൾ ഉണ്ടാക്കുന്ന ഷർട്ടാണ്. ആ ഷർട്ടൊന്ന് ഇട്ട് നോക്കണമെന്ന് പറഞ്ഞു. എന്നെ ഇട്ടില്ല. ഇട്ട് നോക്കി, പക്ഷേ ഇടാനൊരു അവസരം വന്നില്ല. ഞാൻ വേറെ 2 കൂടെ ചോദിച്ചിട്ടുണ്ട്, അവർ കുറച്ചുകൂടെ കൊണ്ടുതരും. പോരട്ടെ. ഇത് മമ്മൂക്ക എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതിൽ കൂടുതൽ സന്തോഷം. ബ്രിട്ടാസ് സർ, നമ്മൾ കണ്ണൂർക്കാരാണ്, ഭാഷ ഇപ്പൊ വന്നോളൂ, സ്ലാങ്. അപ്പൊ കണ്ണൂരിന് വേണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു, നമ്മള് ജോലിക്ക് പോകുന്നില്ല, ബിസിനസ് തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ട്. നമസ്കാരം. ഷീറോസിൻ്റെ ഹെവേ എന്ന സെഗ്മെന്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് കൃഷ്ണയും ഹിബയുമാണ്. അതായത് സുയി ഹാൻഡ്ലൂം സ്റ്റോറിൻ്റെ ഫൗണ്ടേഴ്സായ കൃഷ്ണയും ഹിബയും. കൃഷ്ണയും ഹിബയും ഓൾറെഡി കുറച്ച് പേർക്ക് ഫേസ് ഫെമിലിയർ ആയിരിക്കും. കാരണം മമ്മൂക്ക പറഞ്ഞിട്ടുണ്ടായി 2 പെൺകുട്ടികൾ ഒരു ഷർട്ട് ഉണ്ടാക്കുന്നുണ്ട്, അവരുടെ ഒരു ഷർട്ട് ഇങ്ങനെ കൊണ്ട് തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്തായിരുന്നു, അതായത് ഫസ്റ്റ് ടൈം മമ്മൂക്ക ആ ഒരു ഷർട്ട് യൂസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ഫീൽ എന്തായിരുന്നു? നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. നമുക്ക് ആക്ച്വലി ഒരു കൈരളി ടിവിന്റെ ജ്വാല യങ് ഓൺട്രപ്രനേഴ്സ് അവാർഡ് കിട്ടി. അപ്പം ആ ഒരു ഫങ്ഷൻ ഒരു ലൈക്ക് അവാർഡ് തന്നത് മമ്മൂക്കായിരുന്നു. അപ്പം നമ്മൾ ആസ് എ ടോക്കൺ ഓഫ് ലവ് കൊടുത്തതായിരുന്നു ആ ഷർട്ട്. പിന്നെ നമ്മളന്ന് സ്പീച്ചും നമ്മള് ജേർണിയൊക്കെ കണ്ടിട്ട് മമ്മൂക്ക എന്നെ ഭയങ്കര ഇതായിട്ട് പറയുകയൊക്കെ ചെയ്തു. ആ ഒരു ഫംഗ്ഷന് മമ്മൂക്ക നമ്മളെ ജേർണിയും ഇതൊക്കെ കണ്ടിട്ട് മമ്മൂക്ക നമ്മളെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. ആ വീഡിയോ ആയിരിക്കും നിങ്ങൾ. അപ്പം അന്നേരം കൊടുത്ത ഷർട്ടായിരുന്നു. പിന്നെ അന്ന് ഷാനിക്ക ഉണ്ടായി, നമുക്ക് ഷാനിക്കനെ റെക്കഗ്നൈസ് ചെയ്തു. അപ്പം ഷാനിക്ക നമ്മള് ഭയങ്കര വലിയ സപ്പോർട്ടറാണ്. അപ്പം മുന്നേ നമ്മൾ ഷർട്ട് കൊടുത്തിട്ടുണ്ടായി മമ്മൂക്കക്ക്. അപ്പം അതെന്തോ റീസൺ കൊണ്ട് ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പം ഇതന്നെ നമ്മള് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല. വിത്തിൻ അപ്പൊ അതായത് വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ് ഇട്ടിട്ടുണ്ടായി. നോക്കുമ്പോ ഇങ്ങനെ ഷാനിക്കന്റെ മെസ്സേജ് ഒരു റീല് എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ റീലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് മമ്മൂക്ക് ഈ ഷർട്ട് ഇട്ടിട്ട് കണ്ടത്. നമുക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മൾ നോക്കുമ്പോ ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം ഈ ഷർട്ട് ഇട്ട വീഡിയോസാണ്. ഭയങ്കര എന്താ പറയുന്ന ഒരു ഫ്രീ പ്രമോഷൻ അല്ലേ കിട്ടിയേക്കുന്നത്, അതും ഏറ്റവും വലിയൊരു ആള് തന്നെ അല്ലേ. അപ്പം എങ്ങനെയുണ്ട് അതിനുശേഷം ആ ഒരു കസ്റ്റമേഴ്സിന്റെ വരവ് കൂടിയിട്ടുണ്ടോ, എൻക്വയറീസ് ഒക്കെ കൂടിയിട്ടുണ്ടോ? അതായത് നമുക്ക് മലയാളി കസ്റ്റമേഴ്സ് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാം പുറത്തുള്ള കസ്റ്റമേഴ്സ് ആയിരുന്നു. അതായത് ഈ ഒരു വീഡിയോ വൈറൽ ആവുന്നതിന് മുമ്പ് വരെ കൂടുതലും ഫോറിനേഴ്സ് ആയിരുന്നു. ഫോറിനേഴ്സ് അല്ല, ഇന്ത്യൻ കസ്റ്റമേഴ്സ് തന്നെ. ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി അങ്ങനെ പ്ലസ് ഫോറിനേഴ്സും ഉണ്ട്. മലയാളീസിന് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ട് എന്നുള്ളത്. നമുക്ക് ഓണത്തിന്റെ കളക്ഷൻ കിഡ്സ് വെയർ ഒക്കെ മുന്നേ കുറച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഓണത്തിന് നമുക്ക് കുറച്ച് സെയിൽ ഉണ്ടാവാറുണ്ട് ഓൺലൈൻ ത്രൂ. അല്ലെങ്കിൽ നമുക്ക് മലയാളീസ് കസ്റ്റമർ ബേസ് ഭയങ്കര കുറവായിരുന്നു. അപ്പൊ അത് പെട്ടെന്ന് മാറിയിട്ട് കുറെ മലയാളീസ് ഓർഡർ ചെയ്യാൻ തുടങ്ങി. എല്ലാവർക്കും മമ്മൂക്ക ഇട്ട ഷർട്ട് വേണം, അതല്ലാണ്ട് വേറെ പ്രൊഡക്ട്സ് വാങ്ങിക്കാനും തുടങ്ങിയാണ്. ഭയങ്കര സന്തോഷം. നാട്ടിലെ ആൾക്കാർ വാങ്ങിക്കുമ്പോ വരുന്നുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ നിങ്ങൾ ആ റീലില് പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ, എന്തെങ്കിലും ജോലിയൊക്കെ ആയിട്ട് മടങ്ങി വരുമെന്ന് പറഞ്ഞ കുട്ടികൾ വന്നിട്ട് ഞങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പോവാന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ ഒരു തോട്ടിന്റെ സ്റ്റാർട്ടിങ്, എങ്ങനെ തുടങ്ങാം? കാരണം നമുക്ക് ഈ എംപ്ലോയർ ആയിട്ടിരിക്കുന്നതാണല്ലോ കുറച്ചും കൂടെ ടെൻഷൻ ഫ്രീ. അവിടെ നിന്ന് ബിസിനസ് എന്ന് പറഞ്ഞ് ചിന്തിക്കണമെങ്കിൽ നിസ്സാര ധൈര്യം ഒന്നും പോരാ, അതും പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ. എന്തായിരുന്നു അതിന്റെ തുടക്കം? സത്യം പറഞ്ഞ ഇതിനെപ്പറ്റി ഭയങ്കരമായി അറിയാത്തതിന്റെ പ്രശ്നമായിരുന്നു. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ അതായത് നമ്മളെ കോളേജും കണ്ണൂര് വരാൻ കാരണം കണ്ണൂര് ഈസ് ദ ലാൻഡ് ഓഫ് ലൂംസ് ആൻഡ് ലോസ്. അപ്പം ഈ കൈത്തറി പാരമ്പര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് നാട്ടിൽ തന്നെ നിന്ന് പഠിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ നമുക്ക് ഈ കോളേജ് നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി പഠിക്കേണ്ടി വന്നു.
നമ്മൾ ഈ 4th ഇയർ നമ്മൾ ഗ്രാജുവേഷൻ പ്രൊജക്ട് ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയിലായിരുന്നു ചെയ്തത്. അപ്പോഴാണ് നമുക്ക് ഈ ഇൻഡസ്ട്രീനെ പറ്റി നമ്മൾ കണ്ണൂർക്കാരായിട്ട് നമുക്ക് അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് അറിയുന്നുണ്ടായില്ല. ആ സമയത്ത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കി കുറെ ഇതിന്റെ പ്രോസസ്സ് എന്താണ്, എത്ര പേര് ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും ക്വാളിറ്റി വരുന്നത്, എന്തുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പം ആ ഒരു സമയത്ത് ഇതിനോട് ഇഷ്ടം കൊണ്ട് തന്നെ അപ്പം അവർക്ക് വേണ്ടിയിട്ട് വ്യൂവേഴ്സ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് നമ്മളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇതന്നെ കുറച്ച് കണ്ണൂർ സ്പിരിറ്റ് അപ്പോഴൊക്കെ കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ കണ്ണൂർ നമ്മളെ നാട്ടിൽ കണ്ടിട്ട് എന്തെങ്കിലും കണ്ണൂർക്കാരുടെ ആ ഒരു ധൈര്യം ഉണ്ടല്ലോ. അപ്പൊ ഒന്നും നോക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് എന്തായിരിക്കും, അത് എത്രത്തോളം റിസ്കി ആണെന്നൊന്നും നമ്മൾ മൈൻഡിൽ അന്നേരം പോയിട്ടില്ല. പിന്നെ ഇതന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, തുടങ്ങണോ വേണ്ടിയോ എന്നുള്ളത്. പിന്നെ പ്ലേസ്മെന്റ്സ് നമ്മൾ എന്തായാലും അറ്റൻഡ് ചെയ്തു, കോളേജ് ക്യാമ്പസ് പ്ലേസ്മെന്റ്സ്. അന്നേരം ബാംഗ്ലൂരായിരുന്നു. അപ്പം അവിടെ പോയിട്ട് ലാസ്റ്റ് ഫൈനൽ ഓൾമോസ്റ്റ് കിട്ടിയെന്ന് തന്നെയായി ജോബ്. ഫൈനൽ കോളിൽ നമ്മൾ രണ്ടാളും ലിറ്ററലി ഒളിച്ചേക്കുക ചെയ്ത്. എന്റെ വഴി ഇതല്ല. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഒന്നും നോക്കാല്ലേ ട്രൈ ചെയ്യാം എന്നുള്ളൊരു തോട്ട് വന്നു. അപ്പം അപ്പോൾ നമ്മൾ സാറിനെ വിളിച്ചപ്പോൾ സാറ് അഭിലാഷ് സാർ നമ്മൾ മെൻറ്റർ സാറിന് ഒന്നും നോക്കണ്ട ഇങ്ങോട്ട് പോരും. സാറിന് ഫുൾ കോൺഫിഡൻസിൽ നാട്ടിലേക്ക് ഇങ്ങനെ ഒരു ആൾക്കാരെയാണ് ഞാൻ നോക്കി നടന്നതെന്നൊക്കെ. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഏതൊരു ഇപ്പം നോക്കുകയാണെങ്കിലും പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടായിരിക്കും നമ്മൾ എന്താണ് ശരിയായ വഴിയെന്ന് തിരിച്ചറിയുന്നത്. അങ്ങനൊരു ഏറ്റവും വലിയ അബദ്ധം അല്ലെങ്കിൽ മനസ്സിലാക്കിയ ഒരു വലിയ തിരിച്ചറിവെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അങ്ങനെ കുറെ അബദ്ധങ്ങൾ കുറെ ഉണ്ടാവും. എല്ലാത്തിനെ പറ്റിയും നന്നായി പഠിച്ചതിന് ശേഷം ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. ഞങ്ങൾക്ക് പറ്റിയത് വെച്ചാൽ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ ഈ പാഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബിസിനസ് എന്താണെന്നോ, എങ്ങനെയാണ് ഇനി വരും വർഷങ്ങളിൽ നമ്മൾ സെയില് നടത്താൻ പോകുന്നോ, ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നോ, ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല. നമുക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യണം, ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം, പ്രൊഡക്ട്സ് കുറെ ഉണ്ടാക്കണം, ഇങ്ങനത്തെ ചിലപ്പോ ആ ഒരു തോട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരു പക്ഷേ സ്റ്റാർട്ട് ചെയ്യില്ലായിരുന്നു. ആ സമയത്ത് നമുക്കത് അറിയാത്തോണ്ട് തന്നെ ഭയങ്കര സ്റ്റാർട്ടിങ് ഭയങ്കര സ്മൂത്ത് ആയിട്ട് അങ്ങ് പോയി. അതുകൊണ്ട് ആ ഒരു ഫയറിൽ എന്താ ഡിസൈൻ ചെയ്യിപ്പിക്ക ഇതല്ലേ ഫസ്റ്റ് തന്നെ. അതായത് ഒരു കളക്ഷൻ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ എല്ലാം കളക്ഷൻ വൈസാണ് പോകുന്നത്. അന്നേരം എന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ഡിസൈൻ ചെയ്തു ഇങ്ങനെ റഫായിട്ട് പേപ്പറിലെല്ലാം വരച്ചിട്ട് കൊടുത്ത് ഇത് ചെയ്യിപ്പിക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഫാഷൻ കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത്, ഫാഷൻ ഡിസൈനിങ് അല്ല. ഇപ്പൊ ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട് ഫാഷൻ ഡിസൈനിങ്. നമ്മൾ നിഫ്റ്റ് പഠിച്ചത് ഫാഷൻ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമ്മൾ നമുക്ക് എല്ലാം ചെയ്യാം. ലോഗോ ഉണ്ടാക്കുന്നു, നമ്മൾ തന്നെ പോസ്റ്റർ ഉണ്ടാക്കുന്നു, ഫോട്ടോഷൂട്ട് ഞങ്ങൾ തന്നെ ചെയ്യുന്നു. അപ്പൊ എല്ലാം ഞങ്ങൾ തന്നെ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നു. അപ്പൊ നമ്മള് ഈ ഡിപ്പാർട്ട്മെന്റ് പഠിക്കുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിച്ചാൽ നമുക്ക് ഡിസൈനിങ് മാത്രമല്ലേ അറിയാം. ഇതാകുമ്പോൾ നമുക്കൊരു ബേസിക് സെൻസും ഉണ്ട് ആ കോളേജിൽ പഠിച്ചതിന്റെ. എന്നാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ ചെയ്യാനും പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ആവേശത്തിലായിരുന്നു തുടങ്ങിയത്. എന്തുകൊണ്ടാണ് ഈ ഒരു ഷോപ്പിന് ഫോർട്ട് കൊച്ചി സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? ഷോപ്പ് നമ്മൾ തുടങ്ങിയ 23-ലാണ്. നമ്മൾ ആദ്യം കണ്ണൂരിൽ തന്നെയായിരുന്നു ഉണ്ടായത് ഓഫീസ് സ്പേസ്. അത് കഴിഞ്ഞ് കൊറോണ നമുക്ക് 2019 ലുലുവില് ഫാഷൻ സ്റ്റോറിലേക്ക് എൻട്രി കിട്ടി. അങ്ങനെ ഞങ്ങൾ അതിന്റെ പ്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ ഫ്ലഡ് വന്ന്, അത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ണൂർ ഒരു ചെറിയ ടീമൊക്കെ ബിൽഡ് ചെയ്ത് പ്രോപ്പറായി വരുന്ന സമയത്താണ് കൊറോണ വന്നത്. അങ്ങനെ നമ്മള് കൊറോണയുടെ സമയത്ത് നമ്മളെ ടീമിനൊന്നും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ സെയിലൊന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മള് മൊത്തം ഒരു റീലൊക്കേറ്റ് ചെയ്തു കൊച്ചിയിലേക്ക്. നമുക്ക് ലുലുവിൽ എൻട്രി കിട്ടിയത് കൊണ്ട് തന്നെ നമുക്കും ബെറ്റർ അവിടെ ആയിരിക്കും, കസ്റ്റമേഴ്സ് കൊച്ചി ആയിരിക്കും ഒന്നും കൂടി നല്ലത് എന്നുള്ള രീതിയിൽ നമ്മൾ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്. അങ്ങനെ 21 നമ്മൾ ലുലു ഫാഷൻ സ്റ്റോറിൽ തുടങ്ങി. അപ്പം നമ്മൾ അതുവരെ ജസ്റ്റ് ഒരു ഓൺലൈൻ ബ്രാൻഡ് മാത്രമായിരുന്ന ഒരു ബ്രാൻഡ് ലുലുവിൽ ഫാഷൻ സ്റ്റോറിൽ വരുന്നു. നമുക്കും അന്നേരം വലിയ വലിയ ബ്രാൻഡ്സ് ഒക്കെ ആണല്ലോ നമ്മൾ പോകുമ്പോൾ അവിടെ വൈസ്. അപ്പൊ അതിന്റെ ഇപ്പുറത്തെ നമ്മളൊരു ബ്രാൻഡ് എന്നുള്ളപ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ നമ്മള് അവിടെ തുടങ്ങി. അതേ സമയത്ത് നമ്മൾ ഇവിടെ ആമ്പൽ എന്ന് പറഞ്ഞിട്ട് ഫോർട്ട് കൊച്ചിയിൽ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു, മൾട്ടി സ്റ്റോർ. അപ്പൊ അവിടെ കൺസൈൻമെന്റ് ബേസിസിൽ പ്രൊഡക്റ്റ് വെക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഓക്കെ ഇവിടെ നമ്മുടെ ഒരു കസ്റ്റമേഴ്സ്, നമ്മളുടെ ടൈപ്പ് പ്രൊഡക്ട്സ് ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ 23-ല്
ബിനാലേന്റെ സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്ന് സംഭവിച്ചതാണ് ഈ സ്റ്റോറി. അതായത് ബിനാലെ എൻ്റെ ചെയ്യുമ്പോഴാണ് നമ്മൾ ആക്ച്വലി ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് എന്നിട്ടും കുഴപ്പമില്ലാത്ത റെസ്പോൺസ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എപ്പോഴെങ്കിലും ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിന്റെ കാര്യം പറഞ്ഞല്ലോ, എപ്പോഴെങ്കിലും പ്ലാൻ ഡ്രോപ്പ് ചെയ്യണം എന്ന് എപ്പോഴെങ്കിലും ഒന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു പോയിന്റിൽ നമുക്കിത് സെറ്റ് ആവുന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. എന്നാലും കുറെ വിഷമില്ല സമയത്ത് ഇങ്ങനെ ആലോചിക്കോ, ഇത് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ പോകണോ. പിന്നെ നമ്മൾ ഈ ആഗ്രഹത്തിന്റെ പേരിൽ തുടങ്ങിയത് കൊണ്ട് പിന്നെ ആൾക്കാർക്കെല്ലാം പൊതുവെ ഉണ്ടാവുമല്ലോ, ഇവര് വലിയ കാര്യത്തെ തുടങ്ങി ഇതെല്ലാം നിർത്തിയിട്ട് ചില ആൾക്കാരെല്ലാം പറഞ്ഞില്ലേ റിസ്ക് ഉള്ള പണിയാണ്, എന്തിനാ ഇതൊക്കെ ആലോചിച്ചപ്പോ ഇല്ല ഇതെങ്ങനെങ്കിലും രക്ഷപ്പെടുന്നെങ്കിലും സക്സസ്ഫുൾ ആക്കി കാണിക്കണം എന്നൊരു വാശി വന്നു അല്ലേ? അതായത് ഇപ്പൊ ഫാമിലിയിലും ചില ആൾക്കാരെല്ലാം എന്ത് ജോലിക്ക് പോവാണ്ട് ഇങ്ങനെ തുടങ്ങുന്നു അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഇവരെ വിചാരം നമ്മൾ ഇതെന്തോ ടൈം പാസിന് ചെയ്യുന്നു, നമ്മളിത് രാവും പകലും ഇതിന്റെ ബാക്കിൽ പണിയെടുക്കുന്നതെന്നൊന്നും അവര് റിയലൈസ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു ഇതായിരിക്കാം ചിലപ്പോ നമുക്ക് നമ്മളെല്ലാരെയും അങ്ങനെ ചോദിക്കും, പറയും, പിന്നെ നമുക്ക് ഈ ആഗ്രഹമുണ്ട്. ഇത് ഒരു സക്സസ് സാധനം ഇതിലുണ്ട്, പക്ഷെ അത് ക്രാക്ക് ചെയ്യേണ്ട പ്രശ്നമേ ഉള്ളൂ നമുക്ക് റിയലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ എന്ത് വഴിക്കാന്നെങ്കിലും ഇതൊന്ന് സക്സസ്ഫുൾ ആക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹം തന്നെയായിരുന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിക്കും. അങ്ങനെയുള്ളവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും മോട്ടിവേഷൻ പോലെ എന്തെങ്കിലും? അങ്ങനെയല്ല, ഇപ്പൊ നമുക്ക് അത്രയും ഒരു ആഗ്രഹത്തിൽ തുടങ്ങി അപ്പൊ സ്ട്രഗ്ലിംഗ് പീരീഡിലും നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റാന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. അപ്പൊ നമ്മളിപ്പോ എന്താ പറയാ, നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ 100% ലൈക്ക് നമ്മൾ തുടങ്ങുമ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തിനാ ഹാൻഡ്ലൂം ഒക്കെ ചെയ്യുന്നത്, പവർലൂം നിങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷനും ഡിലേ ഉണ്ടാവില്ല, അത്ര പൈസ ഉണ്ടാക്കാന്നൊക്കെ ഉള്ള രീതിക്ക് നമ്മളുടെ ഓൾവേസ് നമ്മൾ കോർ കോൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ വ്യൂവേഴ്സിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള സാധനം. അപ്പൊ നമ്മൾ ഒരിക്കൽ പോലും ഇങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ അവരുടെ അടുത്ത് ഒന്നും പറയാണ്ട് നമ്മളങ്ങ് ഒഴിവാക്കി വിടും. കാരണം നമ്മളിപ്പോ ചെയ്യുന്നത് നമ്മൾ എല്ലാ പ്രൊഡക്ട്സും 100% ഹാൻഡ് വോവൺ ആണ്. പിന്നെ എംബ്രോയിഡറി വരുന്നതാണെങ്കിൽ എല്ലാം ഹാൻഡ് എംബ്രോയിഡേഡ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ആക്കുന്ന ഒരു സാധനം നമ്മൾ 100% എഫേർട്ട് ഇട്ട് ആ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കസ്റ്റമേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ. ഈ പറയുന്ന പോലെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ മനസ്സിൽ? അതായത് ഇപ്പം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ടു, 2 ഷോപ്പ് കണ്ടു. അതുപോലെ തന്നെ എന്താണ് ഇനി അങ്ങോട്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ടേ സുയി ഹാൻഡ്ലൂം സ്റ്റോറിൽ നിന്ന്? ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറാം. നമ്മളെ നാട്ടിലെ സാധനം എല്ലാവർക്കും എല്ലാ സ്ഥലത്തും അവൈലബിൾ ആക്കാം. അതേ സമയത്ത് നമുക്ക് ഈ തൊഴിലാളികൾക്ക് എല്ലാവർക്കും അത്രയും അവസരം കൊടുക്കാന്ന് പറയുന്ന വലിയൊരു കാര്യമാണല്ലോ. ഇനി ഒരു ഹാൻഡ്ലൂം ക്ലോത്ത് എന്ന് കേൾക്കുമ്പോൾ സുയിയെ മാത്രമേ എല്ലാവരുടെയും മൈൻഡിൽ വരാൻ പാടുള്ളൂ. അതാണ് ലക്ഷ്യം. അതാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് പറഞ്ഞു, നിങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു. അപ്പം ഈ ഫ്രണ്ട്സ് തമ്മിലൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എല്ലാവരും അതിൻ്റെ പേരിലും കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ പറയും. എന്തിനാ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയ്ക്ക് ഒരു ബിസിനസ്, വെറുതെ ഒരു പ്രശ്നമാണോ എന്നൊക്കെ. അങ്ങനത്തെ എന്തെങ്കിലും, അതായത് അങ്ങനത്തെ ടെൻഷൻസോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ ഇടയിലുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് എന്താവശ്യം ഇപ്പൊ പേഴ്സണലി എന്താവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഓളെടുത്ത ഫസ്റ്റ് പറയും, ഓള് എന്തുണ്ടെങ്കിൽ എൻ്റെ അടുത്ത പറയാം. അപ്പം അങ്ങനെ തന്നെ ആ ഒരു തോട്ട് വന്നോ? അതായത് വേണോ നമ്മള് ഫ്രണ്ട്ഷിപ്പിനെ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരണോ, അങ്ങനെ ഒരു തോട്ട് എപ്പോഴേലും വന്നോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഞങ്ങൾക്ക് അന്നേരം അറിയായിരുന്നു ഒബ്വിയസ്ലി ഫ്രണ്ട്സ് നമുക്കിപ്പോ ഒരു പോയിന്റിലപ്പുറം നമുക്ക് ഫ്രണ്ട്ഷിപ്പും അവിടെ വാല്യൂ ചെയ്യുന്നുണ്ട്. ബിസിനസ്സിൽ അൾട്ടിമേറ്റ് നമ്മളുടെ പേഴ്സണൽ എന്താ പറയാ, എന്താ ഉദ്ദേശിക്കുന്നത്, ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ അതാണ് വലുത്. ബിസിനസ് ഒക്കെ എന്താ പറയാ പ്രയോറിറ്റി അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് തന്നെ. ഈ പറയുന്ന പോലെ വീട്ടുകാരുടെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് രണ്ടുപേരുടെയും? അതാ ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മള് എന്താ
ഒന്നും അവിടെ നിന്ന് പെട്ടെന്ന് വരികയൊക്കെ ചെയ്തു. പക്ഷെ എല്ലാം നമ്മൾ എന്താണോ നമുക്ക് ഇഷ്ടം അതുപോലെ നമ്മൾ വീട്ടുകാരിതൊരു ചെയ്തിട്ടുള്ളൂ. അതെ, അതുകൊണ്ടാണെങ്കിൽ അവർ ഫോഴ്സ്ഫുള്ളി ഞങ്ങളുടെ അടുത്ത് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം പഠിക്കാനാണെങ്കിലും ഇപ്പൊ നിഫ്റ്റ് ആ സമയത്ത് നമ്മൾ നിഫ്റ്റ് പോകുമ്പോൾ തന്നെ കുറെ പേര് നിഫ്റ്റിൽ വിട്ടാ കുട്ടികളെ ചീറ്റാവുന്നൊക്കെ പറഞ്ഞ പാരന്റ്സിനെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വന്ന കുറെ പേര്. പക്ഷെ ബൈ ദ എൻഡ് നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പൊ പാരന്റ്സ് ആ സമയത്താണെങ്കിലും നമ്മൾ തുടങ്ങുമ്പോഴാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എന്താ പറയാ, അവർക്ക് ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് തോന്നി. അച്ഛനാണെങ്കിൽ ഇങ്ങനെ പറയുമ്പോ മോൾ ഇങ്ങനെ ചെയ്യുന്നത്, ഇത്രയും ആൾക്കാർക്ക് ജോലി എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോ അച്ഛനപ്പൊ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ അല്ല അവർക്ക് ഇതെല്ലാം ഭയങ്കര കാര്യം. അവരെല്ലാരും കുറച്ച് ആർട്ടിസ്റ്റിക് അതിലുള്ളോണ്ട് തന്നെ കാര്യമാണ്. പിന്നെ ടീച്ചേഴ്സും നമ്മൾ രണ്ടാള് പേരൻസ്. ഈ ഒരു ബിസിനസ് ലാഭകരമാകാൻ ഒരു എത്ര നാൾ എടുത്തിട്ടുണ്ടാവും? നമ്മളിതൊരു ബ്രേക്ക് ഇവൺ ആയിട്ടില്ല ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ. പക്ഷെ വിത്തിൻ ഒരു നെക്സ്റ്റ് 2 years നമ്മൾ ബ്രേക്ക് ഇവൺ ആവുമെന്ന് പ്രതീക്ഷിക്കും. അതാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയാ, ഞങ്ങളാണെങ്കിലും മമ്മൂക്കയുടെ ആ ഒരു 2 പെൺകുട്ടികൾ എന്ന് പറഞ്ഞു തുടങ്ങിയതാണ്. ആ 2 പെൺകുട്ടികളുടെ ഒപ്പമാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ ഒരു ഷീറോസിന്റെ ഒരു എപ്പിസോഡിന്റെ തന്നെ ലക്ഷ്യം അതാണ്, വനിതാ സംരംഭകരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുക, ഇനിയും കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാന്നുള്ളത്. എന്തായാലും അതിൻ്റെ ഒരു ഭാഗമായി നിങ്ങളും. ഇപ്പം ഞങ്ങൾ ഇനിയും ഈ പറയുന്ന പോലെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക്, അതായത് കിട്ടില്ല കേട്ടോ, ഇന്റർവ്യൂവിന് ടൈം ഉണ്ടാവില്ല കേട്ടോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സുയി ഹാൻഡ്ലൂം സ്റ്റോർ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. Sheroes. Women rises. This program is sponsored by Meenakshi Boutique, the woven elegance of heredity. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.